ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വിചാരിക്കുന്നത് വലിയ വലിയ ലക്ഷണങ്ങളായിട്ടായിരിക്കും ഇത് വരുന്നതെന്നുള്ളതാണ്. വെയിറ്റ് കുറയുക, അസഹനീയമായ വേദന, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഡെയിലി ലൈഫിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളാകാം നമുക്ക് ക്യാൻസറിന്റെ ആരംഭത്തിൽ കാണുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന അവസ്ഥ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണേണ്ടതുണ്ട്. 2, നമുക്ക് പീരീഡിന്റെ വ്യത്യാസങ്ങൾ, അതായത് പീരീഡ് കൂടുതലായിട്ട് ബ്ലീഡിങ് വരികയോ കട്ടകട്ടയായിട്ട് ബ്ലഡ് പോവുകയോ അതുപോലെ തന്നെ നമുക്ക് സൈക്കിൾസ് തെറ്റി വരികയാണെങ്കിലൊക്കെ നമുക്ക് യൂട്രിൻ, അതായത് ഗർഭാശയവുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ക്യാൻസറിന്റെ ലക്ഷണങ്ങളായേക്കാം. മാത്രമല്ല നമുക്ക് സെർവൈക്കൽ, അതായത് ഗർഭാശയമുഖ ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണം എന്ന് പറയുന്നത് ചെറിയ ഡിസ്ചാർജ് ആണ്. അതുപോലെ തന്നെ വൾവൽ ഏരിയ, ലോക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന ചൊറിച്ചില്, പക്ഷേ ഇതൊരു വൾവൽ ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കും. പൊതുവേ നമ്മൾ സ്ത്രീകൾ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ അവഗണിക്കുകയും അതുപോലെ തന്നെ ഹോം റെമഡീസ് ഒക്കെ വെച്ച് കൊണ്ടു നടക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൈനക് ക്യാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക, ഏർലി സ്റ്റേജ് ഡയഗ്നോസിസിലാണ്. അതായത് നമ്മൾ ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്നവയാണ് മിക്കവാറും എല്ലാ ഗൈനക് ക്യാൻസേഴ്സും.